പൊന്നു മക്കൾക്കല്ല. ആ നല്ല സ്ഥലത്ത് നിന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ തുള്ളിയാ മതി. അവിടെ ഇവിടെ എന്താ നടക്കുന്നത്? ബാറി കയറിയിട്ടാ ഉള്ളേ. സീനത്തിത്താന ഇരുത്തിയ റൂമുണ്ട് അവിടെ. മിക്സർ സീനത്തിത്ത മിക്സർ ആ ടേബിൾ മേലെ എന്താ ഉള്ള എല്ലാം ഉണ്ട്. വീഡിയോ എന്റെ അടുത്ത് വേണ്ട. നിങ്ങൾ നിരപരാധിയാണോ ഒന്നും നമുക്കറിയില്ല. നിങ്ങൾ നിഷ്കളങ്കമായി നിങ്ങൾ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതാണ് പറഞ്ഞ ബാറ് കയറിയിട്ട് ദുആ ചെയ്ത ആദ്യത്തെ പാട്ടുകാരി കണ്ണൂർ സീനത്ത്. ഇതിന്റെ മുന്നേ ഒരു പെൺകുട്ടി ഒരു കുട്ടിനെയും പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോ ഒരുപാട് ആൾക്കാര്, ആരൊക്കെ അതിന് വീഡിയോ ഇതിനെതിരായിട്ട്, അതിൽ ഒരുപാട് ആൾക്കാര് സീനത്താത്താക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വന്നേന്. ഇതിനൊന്നും ആരും സപ്പോർട്ട് ചെയ്യില്ലേ? ഞാൻ അറിയാത്ത ചോദിക്കുക. ബാറ് എന്തോ ഒരു സ്പ്രേന്റെ ഇനാഗ്രേഷൻ ആണ്. താത്ത പോയിട്ട് ബാറിലെ പരിപാടി എടുക്കണ്, അപ്പുറത്ത് വെള്ളം അടിക്കണോന്ന് അടിച്ചോട്ടെ, അതൊന്നല്ല വിഷയം. അവിടെ കയറിയിട്ട് ദുആ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് എത്രമാത്രം ബുദ്ധി ഉണ്ടാവുന്നു. പാട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. ലങ്കി മറിയും എന്താണ് ഇതൊക്കെ ഒരു ജാതി പാട്ടെണ്ണായിക്കോട്ടെ, പാട്ടിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എല്ലാം കൂടി ആയത് മൊയിലേർക്ക് നിന്ന് പാത്തുമ്പോ മക്കൾ നടന്നു പാത്തും പറഞ്ഞില്ലേ, എല്ലാം ഉൾക്കൊള്ളുകൊണ്ട് പാട്ടുകാരാണെങ്കിൽ ഏത് വാപ്പന്നായാലും എല്ലാം അംഗീകരിക്കുക. അല്ലാണ്ട് ഒരു സമയത്ത് ഞാൻ മുസാഫിനെ നടക്കണ്ടാണ്, മറ്റേ സമയത്ത് നടക്കണ്ട അല്ലാണ്ടാണ്ടല്ലോ, അത് ശരിയല്ല. എപ്പോഴും ഒരേ മാതിരിയാകുക. വെള്ളം അടിക്കണോലെ അടിക്കുക, കുടിക്കുക, ഓല കപ്പല്ലോ നമ്മൾ പോണ്ടില്ല. ഇതിപ്പോ നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാനിതിലും നിങ്ങളെ കബറിൽ നിങ്ങളെ പോകുള്ളൂ. പക്ഷെ എന്താ വെച്ചാല് എപ്പോഴും ഒരേ മാതിരിയാണ്. ഇത് കഴിഞ്ഞ് വന്ന വല്ല മോമക്കനെ ഇട്ടിട്ട് മറ്റതും മറിച്ചതും ആയിട്ട് നടക്കുക, എന്നിട്ട് ഇമ്മാരി പരിപാടി എടുക്കുക. എല്ലാവർക്കും വേണ്ട പൈസന്റെ മുകളിൽ പരുന്താണ്ട് പറക്കൂലെന്നില്ലേ. വലിയ വർത്താനം പറയത് എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് പിന്നെ വലിയ വർത്താനം പറയുന്നുണ്ട്. ബാറിൽ കയറിയിട്ട് ദുആ ചെയ്യണമെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ പറ്റുള്ളൂ, വേറെ മനുഷ്യരെ കൊണ്ടും പറ്റൂല. DJ പരിപാടിയിലാണ് ദുആ ചെയ്യണത് മക്കൾക്കും വേണ്ടിയിട്ട്, ഏതൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട്. ഇന്നലെ മിഞ്ഞാന്നിട്ട് ഒരു വീഡിയോ ഉണ്ട്. എന്താ വെച്ചാല് സീനത്താത്ത കുട്ടികളെ കല്യാണ പരിപാടിക്ക് പോകും പൈസ കൊടുക്കൂല എന്നപ്പോ പറയുന്നുണ്ട്. ഞാൻ നയിച്ചിട്ടല്ല എന്റെ മകളെ കെട്ടിച്ചത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, അതൊന്നും കുഴപ്പമില്ല. പാവപ്പെട്ട ആൾക്കാർ കല്യാണത്തിനൊക്കെ പോകുമ്പോ നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമെന്നല്ല. ഏതായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാല് ബാറിലെ ദുആ ഒരുപാട് ആൾക്കാർ ഈ താത്താക്കും വേണ്ടിയിട്ട് ഇന്നാളെ ഫോട്ടോത്തിന്റെ വിഷയത്തില് വീഡിയോ ചെയ്തിനി. ഓലൊന്നും കാണില്ല. ഇതിനിപ്പോ നിങ്ങളെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം ഉണ്ടാക്കാറ് കുറെ ആൾക്കാർക്ക്. എന്ത് പറഞ്ഞാലും ബാപ്പനെ തല്ലിയാലും രണ്ടഭിപ്രായം ഉണ്ടാവും. അപ്പൊ ബാറിലെ പരിപാടി നടക്കട്ടെ. ബാറിലെ ദുആ സീനത്താത്ത ഗിന്നസ് ബുക്കില് പേര് ഇടമെടുത്തു. ബാറിൽ കയറിയിട്ട് DJ പാർട്ടി നടത്തുന്ന അവിടെ നിന്നാണ് ദുആ ചെയ്യണത്. അല്ല ദുആ ചെയ്തോട്ടെ, ആ കൊല്ലം വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ. നമ്മക്ക് നമ്മളെ അഭിപ്രായം പറയാലോ. അല്ല പിന്നെ അല്ലാന്ന്